ഹായ്, നിങ്ങൾ PSC റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ആളാണോ? ആണെങ്കിൽ ഒരു വലിയ അഭിനന്ദനം. പക്ഷേ നമുക്കറിയാം, യാത്ര അവിടെ തീരുന്നില്ല, അല്ലേ? റാങ്ക് ലിസ്റ്റ് വന്നതിനുശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട കടമ്പയാണ് ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ പ്രക്രിയയുടെ ഒരു പ്രധാന ഭാഗമായ PSCയുടെ വൺ ടൈം വെരിഫിക്കേഷൻ, അതായത് OTV സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് PSC റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. ശരിക്കും വലിയൊരു കാര്യമാണത്. പക്ഷേ പോരാട്ടം അവിടം കൊണ്ടൊന്നും തീരുന്നില്ലല്ലേ? റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വന്നു, കൊള്ളാം. പക്ഷെ അതുമാത്രം മതിയോ? നിയമനം കിട്ടണമെങ്കിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യം സ്വാഭാവികമായും റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോ ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. അടുത്തതെന്താ? അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘട്ടം, വെരിഫിക്കേഷൻ. നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ അതൊക്കെ ശരിയാണോ എന്ന് PSC നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സാണിത്. ഇതിന്റെ ഒരു നടപടിക്രമമെന്ന് പറയുന്നത് വളരെ ലളിതമാണ്. നിങ്ങൾ നല്ല മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ കയറി. അപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ PSC നിങ്ങളെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനു വേണ്ടി വിളിക്കും. അവിടെ വെച്ച് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എടുത്ത് നിങ്ങൾ കൊടുത്ത വിവരങ്ങളുമായിട്ട് ഒത്തുനോക്കും. എന്നിട്ട് നിങ്ങളുടെ യോഗ്യത ഉറപ്പുവരുത്തും. അത്രയുള്ളൂ. അപ്പോ ഈ വെരിഫിക്കേഷനൊക്കെ കഴിയുമ്പോൾ PSC നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തരും. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ വൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ OTV. എന്താണ് ശരിക്കും ഈ OTV സർട്ടിഫിക്കറ്റ്? നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാല്, നിങ്ങൾ കൊടുത്ത എല്ലാ വിവരങ്ങളും നിങ്ങളുടെ യോഗ്യതകളും ഒക്കെ PSC ആദ്യമായിട്ടൊന്ന് വിശദമായി പരിശോധിച്ച് ഓക്കെ, ഇതെല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയതിന്റെ ഒരു ഒഫീഷ്യൽ പ്രൂഫാണിത്. അതായത് ഒരു തവണത്തെ ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഈ OTV സർട്ടിഫിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതിലെ പെർമനന്റ് കാൻഡിഡേറ്റ് നമ്പർ, അതായത് PCN. ഇത് PSCയുടെ റെക്കോർഡിൽ നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു യുണീക്ക് നമ്പറാണ്, ഒരു സ്ഥിരം നമ്പർ. നിങ്ങൾ വെരിഫൈ ചെയ്ത എല്ലാ വിവരങ്ങളും ഈ ഒരു നമ്പറുമായിട്ടായിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. ശരി, അപ്പൊ ഈ OTV സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി ഇതിനകത്ത് എന്തൊക്കെ വിവരങ്ങളാണോ ഉണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാല്ലേ? ഇത് നിങ്ങളുടെ PSC യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ഒരു OTV സർട്ടിഫിക്കറ്റിന്റെ ഒരു മോഡൽ. ഇതിൽ നോക്കിയാൽ കാണാം നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മുതൽ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത ഓരോ സർട്ടിഫിക്കറ്റിന്റെയും ഡീറ്റെയിൽസ് വരെ ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാക്കും. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ടാവും? നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, വിദ്യാഭ്യാസ യോഗ്യതകൾ, നിങ്ങൾ ക്ലെയിം ചെയ്ത എക്സ്പീരിയൻസ്, പിന്നെ വെയിറ്റേജിന് അർഹതയുണ്ടെങ്കിൽ അതുപോലെ വെരിഫിക്കേഷനു വേണ്ടി ഹാജരാക്കിയ ഓരോ ഡോക്യുമെന്റിന്റെയും കൃത്യമായ വിവരങ്ങൾ, അങ്ങനെയെല്ലാം ഇതിനകത്തുണ്ടാകും. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ വിവരങ്ങളുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതുകൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം എന്താണ്? എന്തിനാണ് PSC ഇങ്ങനെ ഒരെണ്ണം തരുന്നത്? അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വ്യത്യാസം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ഈ OTV സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് വിചാരിക്കാം. അപ്പോ നിങ്ങൾ ഉൾപ്പെടുന്ന ഓരോ പുതിയ റാങ്ക് ലിസ്റ്റിനും വേണ്ടി ഈ എല്ലാ സർട്ടിഫിക്കറ്റും എടുത്ത് വീണ്ടും പോയി ആദ്യം മുതൽ വെരിഫിക്കേഷൻ ചെയ്യണം. ഭയങ്കര മെനക്കേടല്ലേ? എന്നാൽ നിങ്ങളുടെ കയ്യിൽ OTV ഉണ്ടെങ്കിലോ, ഒരിക്കൽ വെരിഫൈ ചെയ്ത യോഗ്യതകൾ പിന്നെയും പരിശോധിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ഒരുപാട് സമയവും കഷ്ടപ്പാടും ലാഭിക്കും. ശരിക്കും വലിയൊരു ആശ്വാസമാണ്. അതായത് സംഭവം ഇത്രയുള്ളൂ. നിങ്ങൾ ഈ OTV സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം പുതിയൊരു ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യോഗ്യതയോ നേടിയെന്ന് വെക്കുക. അപ്പോ അടുത്ത വെരിഫിക്കേഷന് പോകുമ്പോൾ ആ പുതിയ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി. ബാക്കിയുള്ളത് ഒന്നും വേണ്ട. കാരണം പഴയതെല്ലാം നിങ്ങളുടെ OTV സർട്ടിഫിക്കറ്റിൽ ഓൾറെഡി വെരിഫൈഡ് ആണ്. ഇത് വലിയൊരു സൗകര്യമല്ലേ? ശരി, അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. അപ്പോ നിങ്ങളുടെ OTV ചെക്ക്ലിസ്റ്റ് ഇതാണ്. ഒന്നാമത്തെ കാര്യം, ഇത് നിങ്ങളുടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു എന്നതിന്റെ ഒരു തെളിവാണ്. രണ്ടാമത്, ഇതിൽ നിങ്ങളുടെ യുണീക്കായിട്ടുള്ള PCN നമ്പർ ഉണ്ടാവും. മൂന്നാമത്തത്, ഇത് നിങ്ങളുടെ ഭാവിയിലുള്ള വെരിഫിക്കേഷനുകൾ വളരെ എളുപ്പമാക്കും. അതുകൊണ്ട് തന്നെ അടുത്ത തവണ എപ്പോഴെങ്കിലും PSC ഒരു വെരിഫിക്കേഷന് വിളിക്കുകയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് കയ്യിലെടുക്കാൻ മറക്കരുത്. നോക്കൂ, ഈയൊരു വാചകം OTVയുടെ പ്രാധാന്യം എന്താണെന്ന് ഒറ്റയടിക്ക് പറഞ്ഞുതരും.
അതായത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോസസ്സിനെ നമ്മുടെ ജീവിതത്തിലെ ഒരൊറ്റ തവണത്തെ ഒരു വലിയ നേട്ടമാക്കി മാറ്റുന്നു ഈ സർട്ടിഫിക്കറ്റ്. അതാണ് OTVയുടെ പവർ. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.